വിൻ്ററിലുള്ള പോലെ കേട്ടോ. സമ്മറിൽ നമുക്ക് പുറത്ത് പോകാൻ വേറെ തന്നെ ഒരു ഇഷ്ടമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ ബേസിക്കായിട്ട് എനിക്ക് എൻ്റെ കിച്ചണിൽ ലൈക്ക് സ്ക്രബ്ബർ ഇല്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാക്കുൻ്റെ വണ്ടിൻ്റെ വൈപ്പർ മാറ്റണം. അപ്പോൾ നെയ്യും കൂടെ പോരെന്ന് പറഞ്ഞാൽ അങ്ങനെ കാക്കുൻ്റെ കൂടെ കുമ്മനടിച്ച് കരുതാണ്. വേറെ ഒന്നും മേടിക്കില്ല, അത് മാത്രം മേടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. ഞങ്ങൾ ഏകദേശം വൈകുന്നേരമാണ്, ഒരു 5:30-6 മണിയൊക്കെ ആവുന്ന സമയത്താണ് പോകുന്നത്. അപ്പോൾ നല്ല സൺലൈറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വെളിച്ചവും വെയിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ. നമ്മൾ ഷൂ ഒക്കെ മാറ്റി നമ്മൾ ചെരുപ്പിലേക്ക് മാറി. അതൊക്കെ നമ്മളുടെ ഓരോ അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ സമ്മറിലാണെന്ന് അറിയിക്കാനുള്ള ഓരോ അപ്ഡേറ്റ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ കാനഡിയൻ ടയറിലെത്തിട്ടോ. കാനഡിയൻ ടയറിലാണ് പിന്നെ ഇങ്ങനത്തെ എല്ലാ ആൽക്കുലത്തെ സാധനങ്ങളും ഉണ്ടാവുക, വണ്ടിൻ്റെ പാർട്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് താല്പര്യപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അവിടെ ഫുള്ള് കാക്കൂനൊക്കെ ഇഷ്ടമുള്ള മാറ്റ സാധനങ്ങളൊക്കെ നമുക്ക് ബോറടിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഫുള്ള് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ആയുധങ്ങളും കത്തികളും കോടാരങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ കാക്കുൻ്റെ വൈപ്പർ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി. എവിടെ നിന്നും എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഒക്കെ ഓരോരോ ബാറ്ററി അത് ഇതെന്നൊക്കെ പറഞ്ഞ സാധനങ്ങളായിരുന്നു. പിന്നെ എനിക്ക് ആകെ അവിടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റ്സും ഫാനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് പിന്നെ നമുക്കിപ്പോൾ എന്താ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ പോണ വഴിക്ക് ഞാൻ ഈ സാധനം കണ്ടിട്ടോ. എനിക്കിപ്പോൾ ഇതിനോട് എന്താണ് വല്ലാത്തൊരു ബഹുമാനമാണ്. ഇതാണ് നമുക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കി തന്നത്. 336 ഉണ്ടായിരുന്നു എൻ്റെ ഫോളോവേഴ്സ്. ഒറ്റ കാര്യമാക്കാൻ നമ്മളെ സഹായിച്ച ആളാണ്. അപ്പോൾ ആ ഒരു ബഹുമാനമാണ്. എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ ഡോളറാമിക്ക് പോകാണ്ടോ. അപ്പോൾ ഗാർബേജ് ബാഗ്, എനിക്ക് സ്ക്രബ്ബർ, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഏകദേശം സൺസെറ്റ് ആയി തുടങ്ങിയിട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ. സൺസെറ്റ് ആയി കഴിഞ്ഞ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് സ്കൈക്ക് വേറത്തിൻ്റെ ഒരു ഭംഗിയാണ് ഇവിടെ. അത് നമ്മൾ ഡോളറാമിൽ എത്തിയപ്പോൾ നമ്മൾ കാക്കു നമുക്ക് ആദ്യം ഇത് ഫിറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിയായിക്കാണ്ട് ഓൾറെഡി ഉള്ളതൊക്കെ ഊരി എടുത്തിട്ടോ. പക്ഷേ വൺ തിങ്, ഞാനാണത് ഫിറ്റ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാറിൻ്റെ വൈപ്പർ ഒന്ന് ഫിറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സന്തോഷത്തിൽ കാക്കുനോട് പറഞ്ഞു, ഹണക്ക് എന്താ വേണ്ട ചെയ്യുന്ന എടുത്തോന്ന്. ആ ഒരു പൊലിവിലാണ് ഞാൻ. സത്യത്തിൽ എനിക്കായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. മറ്റേതോ നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, മഞ്ജു വാര്യറിൻ്റെ ബർത്ത്ഡേക്ക് പശുക്കുട്ടിനെ കൊടുക്കാൻ പറഞ്ഞ മാതിരി അവിടുന്ന് വാങ്ങിയ സ്ക്രബ്ബറും ചണ്ടിക്കാൻ അത്ര എനിക്കുള്ള ഗിഫ്റ്റ്. എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. പൂർണ്ണ വൈക്ക് പിന്നെ നമ്മൾ ഒറിജിനൽ ഷവർമ്മ കയറി ഫ്രൈസും ചിക്കനൊക്കെ കഴിച്ചിട്ടോ. എൻ്റെ പൊന്നടാ വേയോല ഫ്രൈസ്, അതിനൊന്നൊന്നര ഫ്രൈസാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചില്ല, ഭയങ്കര തിരക്കിന് നമ്മൾ വണ്ടിയിൽ നിന്ന് പിന്നെ അങ്ങ് തിന്ന് പോയി. പിന്നെന്താ അത്ര ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ദിവസം. രസമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സമ്മറിലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.